ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഷൻ ഐഡിയാസൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. 20 ഐഡിയാസ് ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യത്തേത് കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡാണ്. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മസാലകളെല്ലാം, അത് ഞാൻ ഈ ഒരു റാക്കിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുക്കിംഗ് ഫാസ്റ്റ് ആക്കാനും നമ്മുടെ കിച്ചണിലെ സമയം നമുക്ക് ലാഭിക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അത് എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇതുപോലുള്ള ട്രേസ്, വുഡൻ ട്രേസ്. ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഐറ്റംസിനെല്ലാം തന്നെ ഒരു ഹോം ഉണ്ടാവും. പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഈ ട്രേ നീക്കിയിട്ട് നമുക്ക് താഴെ ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ഒരു ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പം കൗണ്ടർ ടോപ്പ് കുറച്ച് നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഇതുപോലുള്ള ട്രേസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഞാൻ ഫ്ലാസ്ക്, അതുപോലെ ഇടികല്ല്, പിന്നെ വുഡൻ ട്രേ, ഇതെല്ലാം തന്നെ നമുക്ക് നിരത്തി വെക്കാതെ ആ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേയും കൂടി നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന അടുത്തൊരു കാര്യം ഇതുപോലെയുള്ള സ്റ്റിക്ക് ഹുക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് റെൻറ്റൽ കിച്ചണൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ആണിയൊക്കെ തറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റിക്ക് ഹുക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനെ കൊളുത്തിയിടാം. ഞാൻ ഇവിടെ നമ്മുടെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് മാറ്റ്സ് ഇല്ലേ, അതാണ് കൊളുത്തിയിട്ടിരിക്കുന്നത്. പിന്നെ സ്പൂൺ ഹോൾഡേഴ്സായിട്ട് നമുക്കിവിടെ സെറാമിക്കിൻ്റെ ഒരു ഫ്ലവർ പോട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിതുപോലെ തന്നെ DIY ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെയുള്ള ഫ്ലവർ പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് കുറച്ച് ഭംഗിയിലിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇതിലിതാ ഈ കോട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് രസമായിട്ട് നമുക്ക് ഡെക്കോറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ യൂസ് ചെയ്യാം. തൊട്ടിപ്പുറത്ത് ഗ്രീൻ കളറിലുള്ളതും ചില്ലിൻ്റെ തന്നെ ഒരു കണ്ടെയ്നർ തന്നെയാണ് കത്തിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് വാങ്ങിയ സ്പൂൺ റെസ്റ്റാണ്. അതായത് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറിയൊക്കെ ഇളക്കിയിട്ട് കയ്യിലുകളെല്ലാം അവിടെ ഇവിടെ താഴെയൊക്കെ വെക്കാതെ, കൗണ്ടർ ടോപ്പിൽ വെക്കാതെ നമുക്ക് ഈ ഒരു സ്പൂൺ റെസ്റ്റിൽ വെച്ചാൽ കൗണ്ടർ ടോപ്പ് കുറച്ച് നീറ്റായിട്ട് വെക്കുകയും ചെയ്യും. പിന്നെ ഇതൊരു ഡെക്കോർ പീസായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. ഇത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് പൈപ്പിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. നമുക്ക് പാത്രം കഴുകുന്ന സ്ക്രബെല്ലാം ഈസി ആയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ സ്ലാബിൽ വെക്കാതെ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം ഈ ഒരു ഐറ്റംസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്, അതിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം തന്നെ ഹാങ് ചെയ്തിടാൻ പറ്റും. അതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കിച്ചൺ ടവൽസും കൂടി ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ കബോർഡിനകത്ത് വെക്കാതെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പം ഞാനിന്ന് കാണിച്ചിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ കഴിയുന്നതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇനി വരുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. അണ്ടർ ദ കബേർഡ് ഓർഗനൈസർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഈ കബേർഡിലോട്ട് ഇത് സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് വേർട്ടിക്കൽ സ്പേസ് കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കറി ബൗൾസാണ് വെക്കാറ്. അപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഈസി ആക്സസ് ആയിട്ട് ആ കറി ബൗൾസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറി എടുത്ത് നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസസോ എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈ ഒരു സൈഡിലാണെങ്കിൽ ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന കപ്സും ഗ്ലാസസും ഒക്കെയാണ് ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. അടുത്തത് ഒരു സിമ്പിൾ ഐഡിയ ആണ്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ
പീസിലുകളെല്ലാം തന്നെ കൂടി ഒരുമിച്ച് ഈ ഒരു ചെറിയൊരു ട്രേയിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് മിസ്പ്ലേസ് ആവില്ല. കഴുകിക്കഴിഞ്ഞ് നമ്മളത് ഉടനെ തന്നെ ഈ ഒരു ട്രേയിലോട്ട് ആക്കി വെക്കും. ഒന്നില്ലെങ്കിൽ അത് കുക്കറിൻ്റെ മൂടിയുടെ അവിടെ തന്നെ കാണും, അതല്ലെങ്കിൽ ഈ ഒരു ട്രേയിൽ കാണും. അപ്പോൾ ഒരിക്കലും നമ്മളത് മിസ്പ്ലേസ് ആക്കില്ല. അടുത്തത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ഐഡിയ ആണ് കേട്ടോ. അതായത് ഈ ഒരു വെർട്ടിക്കൽ സ്പേസിൽ 2 തട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരി പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ഹൈറ്റുള്ളൊരു സ്പേസാണ്. അപ്പം നമുക്ക് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പാടായിരുന്നു. അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ നമുക്ക് സാധാരണ തന്നെ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് റാക്ക് വെച്ചിട്ട് ഇത് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ചെയ്തത് നമ്മളുടെ ഇരുമ്പിൻ്റെ ചട്ടികൾ, കനമുള്ള ഇരുമ്പിൻ്റെ ചട്ടികളെല്ലാം തന്നെ കമത്തി അതിൽ വെക്കുകയായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനുകൾ, പലതരം പാനുകൾ ഉണ്ടാവില്ല, സ്റ്റീൽ പാനുകൾ, അതെല്ലാം തന്നെ കൂടി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്റ്റീലിൻ്റെ റാക്കും കൂടി ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതോടുകൂടി എനിക്ക് ഒരുപാട് ഐറ്റംസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റി. നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണെങ്കിൽ തന്നെയും തമ്മിൽ മുട്ടാതെ സ്ക്രാച്ചൊന്നും വീഴാതെ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റി. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസർ തന്നെയാണ് കേട്ടോ. അത് നല്ല പോലെ വെയിറ്റ് താങ്ങുകയും ചെയ്യും. നമ്മൾ ഇരുമ്പിൻ്റെ ദോശ, തവ എല്ലാം തന്നെ നമുക്ക് സ്റ്റേഡി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരുപാട് തവാസും ഇരുമ്പിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ പാൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വെർട്ടിക്കൽ സ്പേസ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റി. ഇത് ഈ ഒരു ലേസി സൂസൻ ആണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഇത് ഞാൻ കബേർഡിൽ വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. പക്ഷേ ഹൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്കത് കബേർഡിൽ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഭംഗിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഒരു അത്യാവശ്യമുള്ള അങ്ങനത്തെ പെന്നിൻ്റെ ഐറ്റംസും നമ്മളുടെ നോട്ട് പാഡ്സ് അങ്ങനെയൊക്കെ വെക്കാൻ ഒരു സ്പേസ് എന്തായാലും വേണമായിരുന്നു. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ചെറിയൊരു പ്ലാന്റ് ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ അത്യാവശ്യം എടുക്കുന്ന കുറച്ച് ഐറ്റംസ്, അതായത് ഹണി, പിന്നെ നെയ്യ്, പിന്നെ ചിയ സീഡ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ടി വന്നു. എന്നാലും തൽക്കാലം ഇപ്പം അത് യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ കിച്ചണിലും മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു ഐറ്റമാണ് നമ്മൾ സിങ്കിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെയുള്ളൊരു വേസ്റ്റ് ബിൻ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റെല്ലാം അപ്പം നമുക്ക് അതിനകത്തോട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഈ ഒരു ബാഗിനകത്താണ് ഞാൻ എൻ്റെ കിച്ചൺ ടവൽസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ മടക്കി നമ്മുടെ തൊട്ട് കയ്യെത്തും ദൂരത്ത് ഇതുപോലെ ടവൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആവശ്യം വന്നാലും അപ്പം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ചധികം തന്നെ കിച്ചൺ ടവൽസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇതേപോലെ കുറച്ച് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ പറ്റുന്ന കിച്ചൺ ടവൽസും ഞാൻ ഓൾഡ് ക്ലോത്ത്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കണ്ടെയ്നറാണ് കേട്ടോ. എഗ്ഗ് മാത്രമല്ല, നമുക്ക് ചിക്കനും മീറ്റും എല്ലാം പിന്നെ വെജിറ്റബിൾസും എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയാണ് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കണ്ടെയ്നറാണ് കേട്ടോ. അതുപോലെ കബോർഡിലെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫ് ഡിവൈഡറാണിത്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ഷെൽഫ് ഡിവൈഡർ വരുന്നത്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ചെറിയതായിട്ടും വലുതായിട്ടും വെക്കാം. അപ്പോൾ നമ്മുടെ കബേർഡിലെ ഐറ്റംസിൻ്റെ ലെങ്ത്തും ഹൈറ്റും ഒക്കെ അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയത്. കിച്ചണിൽ മാത്രമല്ല, നമ്മളുടെ വാർഡ്രോബ്സിലും എല്ലായിടത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ യൂസ് ചെയ്ത് ചെറിയ സ്പേസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം.
ഇനിയൊരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കബേർഡ്സിൻ്റെ സ്പേസിനനുസരിച്ചുള്ള പാത്രങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഇതാ മേലെയുള്ള ഈ ഒരു ഷെൽഫിൽ അതിൻ്റെ ആ ഒരു ഷെൽഫിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള 4 പ്ലാസ്റ്റിക് ഡബ്ബകളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളിങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഇങ്ങനെ പാത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ, സ്റ്റീൽ പാത്രങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കഴിയുന്നതും അതിങ്ങനെ നെസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതായത് ഏറ്റവും വലുത് താഴെ, പിന്നെ അതിൻ്റെ അകത്ത്, അങ്ങനെ കൊള്ളുന്ന രീതിയിൽ എടുത്തു വെക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഏതൊക്കെ പാത്രങ്ങൾ ആ ഒരു തട്ടിലുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ? പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമുക്ക് എങ്ങനെ വന്നാലും ഒരുപാട് ഉണ്ടാവും. പലതരത്തിലുള്ള സ്റ്റോറേജിന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു വെക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പാത്രം കഴുകി അത് തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് തുടച്ചതിന് ശേഷം പാത്രങ്ങൾ മൂടിയിട്ട് തന്നെ വെക്കുക. നമ്മളല്ലാതെ മൂടി തുറന്ന് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ മൂടി മിസ്പ്ലേസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഷെൽഫിൽ എടുത്ത് വെക്കാനാണെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാനാണെങ്കിലും മൂടിയിട്ട് വെക്കുമ്പോഴത്തേനും കൃത്യമായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു ടിപ്പാണ്. അത് പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ അങ്ങനെ അല്ലാതെ വെക്കുന്ന സമയത്തൊക്കെ ഓരോ കണ്ടെയ്നേഴ്സിൻ്റെ മൂടിയൊക്കെ മിസ്പ്ലേസ്ഡ് ആയി മാറുകയും ചെയ്യും. നമ്മളൊരു അത്യാവശ്യത്തിന് നോക്കുമ്പോൾ മൂടി കാണത്തുമില്ല. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഒത്തിരി സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് നമ്മളിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് നമ്മളൊരു പാത്രമോ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുന്ന സ്പൂൺസ്, കത്തി, കയ്യിൽ അത് ആ ഒരു പാത്രത്തിലോട്ട് കഴുകിയിടാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പാത്രങ്ങൾ എടുത്ത് വെക്കുന്നില്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായി പോവും. അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് എടുത്താലും മതി. പിന്നെ നമ്മൾ പാത്രങ്ങൾ അപ്പം എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല കേട്ടോ. പക്ഷേ ഇൻ കേസ് നമുക്കത് എടുത്ത് വെക്കാൻ വിട്ടുപോയാൽ കയ്യിലുകൾ ഇങ്ങനെ കയ്യിൽ ഏറ്റവും അത്യാവശ്യമുള്ള കത്തിയെല്ലാം തന്നെ ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണാതെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ അത് കൈ കിട്ടാത്തൊരവസ്ഥ വരില്ല. അപ്പോൾ ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ പോവാത്ത ചില ടിപ്സ് നമുക്കിങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ, അങ്ങനെ കരുതി ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.